വെൽക്കം ബാക്ക്. നമ്മളിത് സംസാരിക്കാൻ പോകുന്നത് ശ്രീ പാർവതിയുടെ മാധവി എന്ന് പറഞ്ഞ പുസ്തകത്തിനെ കുറിച്ചാണ്. ഇതൊരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ നോവലാണ്. ഇതാണ് ഞാൻ ശ്രീ പാർവതിയുടെ ആദ്യമായിട്ട് വായിക്കുന്ന നോവല്. ഇതിന്റെ കഥ എന്താന്ന് വെച്ചാല്, നാരായണീശം എന്ന് പറഞ്ഞ ഗ്രാമത്തില് തെക്കേതിൽ വീട്ടില് വൃദ്ധയായ ഒരു സ്ത്രീ ഉണ്ട്. ഒരു 80 വയസ്സുള്ള ഒരു അമ്മൂമ്മ അവരുടെ സഹായിയായി നിൽക്കുന്ന മേനക എന്ന് പറഞ്ഞ യുവതിനെ കാണാണ്ടാവാണ്. അതിനെ പറ്റിയുള്ള അന്വേഷണമാണ് ഈ നോവലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തെക്കേതിൽ വീടിന്റെ അയൽവാസിയായ പാർവതി എന്ന് പറഞ്ഞ ഡിഗ്രി വിദ്യാർത്ഥിനിയും പിന്നെ പോലീസുകാരനായ വിലാസ് രാജും സമാന്തരമായി നടത്തുന്ന അന്വേഷണത്തില് അവർ ചെന്നെത്തുന്നത് ആ ഗ്രാമത്തിന്റെ തന്നെ പാസ്റ്റിലേക്കാണ്. അവിടെ അവർ കണ്ടെത്തുന്ന കാര്യങ്ങള്, അത് എങ്ങനെയാണ് ഈ തെക്കേതിൽ വീട്ടിലെ അമ്മൂമ്മയായിട്ട് കണക്ട് ആവുന്നത്, അതൊക്കെയാണ് ഈ പുസ്തകം പറയുന്നത്. മന്ത്രവാദം ഈ നോവലിന്റെ ഒരു പ്രധാന ഘടകമായിട്ട് വരുന്നുണ്ട്. ഇതിൽ ഓരോ അധ്യായത്തിന് പേര് കൊടുത്തിരിക്കുന്നത് ആ അധ്യായം ഏത് കഥാപാത്രമാണോ നരേറ്റ് ചെയ്യുന്നത് ആ കഥാപാത്രത്തിന്റെ പേരാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് പാർവതി, മേനക, വിലാസ് രാജ്, തെക്കേതിൽ അമ്മൂമ്മ എന്നിവരാണ്. തെക്കേതിൽ അമ്മൂമ്മ നാരായണീശം ഗ്രാമത്തില് എല്ലാവർക്കും ഭയങ്കര ബഹുമാനമുള്ള ഒരു വ്യക്തിത്വമാണ്. അവര് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖമായിട്ടൊക്കെ ചെല്ലുമ്പോൾ അതിങ്ങനെ മാറ്റി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് നാട്ടുകാർക്ക് അവരെ വലിയ ഒരു കാര്യമാണ്. പക്ഷെ അവരെ പാസ്റ്റിനെ കുറിച്ചൊന്നും അവിടുത്തെ ആൾക്കാർക്ക് അറിയുന്നില്ല, ഏതാണെന്നൊന്നും അറിയുന്നില്ല. പാർവതിയുടെ വിലാസ് രാജിന്റെ അന്വേഷണം സമാന്തരമായിട്ട് മുന്നോട്ട് പോവാണ്. പാർവതിക്ക് തെക്കേതിൽ വീടായിട്ട് നല്ലൊരു അടുപ്പുള്ളതുകൊണ്ട് അവൾക്ക് അവിടെ പോവാനും ഓരോന്ന് അന്വേഷിക്കാനൊക്കെ പറ്റുന്നുണ്ട്, എളുപ്പമാണത്. അങ്ങനെ അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുകയാണ്. അങ്ങനെ ഒരു ഭാഗത്തുമ്പോ തെക്കേതിൽ അമ്മൂമ്മ അവൾക്ക് ഒരു പഴയൊരു പുസ്തകം കൊടുക്കുകയാണ്. ആ പുസ്തകം എന്ന് പറയുന്നത് ആ ഗ്രാമത്തിന്റെ പാസ്റ്റും അതോടൊപ്പം തന്നെ മാധവിയുടെ പാസ്റ്റും പറയുന്ന ഒരു പുസ്തകമാണ്. അതിൽ നിന്നാണ് അവള് പല കാര്യങ്ങളും വായിച്ചറിയുന്നത്. അതായത് ആ ഗ്രാമത്തിലെ പലർക്കും അറിയാത്ത പഴയ പല കാര്യങ്ങളും അവള് വായിച്ചറിയുന്നത് ആ പുസ്തകത്തിലൂടെയാണ്. അങ്ങനെ അവള് മാധവി ആരാണെന്നും മാധവിയും ഈ തെക്കേതിലെ അമ്മൂമ്മയും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ മനസ്സിലാക്കുകയാണ്. ഈ പുസ്തകത്തിന് നമുക്കപ്പോൾ ഒരു 2 ഭാഗമായിട്ട് പറയാം. ഒന്ന് കറണ്ടായിട്ട് നടക്കുന്ന മേനകയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ പുസ്തകം പറയുന്ന കാര്യങ്ങൾ, അതായത് പാർവതി ഈ പുസ്തകം വായിക്കുന്നത്. ആ ഭാഗമാണ് രണ്ടാമത്തെ ഭാഗം. ആ ഭാഗത്തായിട്ടാണ് ഈ മന്ത്രവാദമൊക്കെ കൂടുതലായിട്ട് പറയുന്നത്. മാധവി സോവിയറ്റ് യൂണിയനിലായിരുന്നു താമസം. അവളങ്ങനെ കല്യാണം കഴിച്ചിട്ട് ആണ് നാരായണീശം ഗ്രാമത്തിലേക്ക് വരുന്നത്. അവളുടെ ഭർത്താവ് ദാമോദരൻ എന്ന് പറയുന്നത് അവളെ വല്ലാതെ അബ്യൂസ് ചെയ്യുന്ന ഒരാളാണ്. അവളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അതിന്റെ ഒരു എന്താ പറയാ, സഹിക്കാൻ പറ്റാത്തൊരു ഘട്ടം എത്തുമ്പോൾ അവള് മുന്നേ പഠിച്ചിരുന്ന, അതായത് സോവിയറ്റ് യൂണിയനിൽ വെച്ച് അവള് കരസ്ഥമാക്കിയിരുന്ന മന്ത്രവാദം അവള് ഇവിടെ ഉപയോഗിക്കുകയാണ്. അവളുടെ പ്രതിരോധമായിട്ട് അവൾ അത് ഉപയോഗിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു മന്ത്രവാദം അവളൊരു ശരിക്കും ഒരു എന്താ പറയാ, ഒരു ഷീൽഡ് പോലെ വെക്കുകയാണ്. അതായത് അവളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ, മറ്റുള്ളവരുടെ ഈ ഉപദ്രവങ്ങളിൽ നിന്നും അവരെ ശല്യങ്ങളിൽ നിന്നൊക്കെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവള് മന്ത്രവാദത്തിനെ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. ആ ഭാഗത്താണ് കുറച്ചധികം കഥാപാത്രങ്ങൾ കടന്നു വരുന്നത്. നാണപ്പൻ, തങ്കി, അയ്യപ്പൻ, പിന്നെ ഒടേത, അങ്ങനെ ഉള്ള കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്. സ്വന്തം അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, സ്വയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ ഏതറ്റം വരെയാണ് പോവുക, അവള് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് നമ്മളെ ആ ഒരു ഭാഗം, ആ പഴയൊരു ബുക്ക് വായിക്കുന്നില്ല, ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം. പാർവതി ആ ബുക്ക് വായിക്കുന്ന ഭാഗത്തെ ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ പുസ്തകത്തിൽ, അത് ചരിച്ചെഴുത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പഴമയുടെ ലുക്കൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് വായിക്കുമ്പോഴും അതിങ്ങനെ ഫീൽ ചെയ്യും. ആ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് വ്യത്യാസമായിട്ട് തോന്നി. ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന്റെ ബ്ലർബൊക്കെ വായിച്ചപ്പോ കുറച്ച് എക്സ്പെക്ട് ചെയ്തത് ഒരു വേറെ രീതിയിലാണ്. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പുസ്തകം വായിച്ചു വന്നപ്പോ ആ പ്രതീക്ഷയെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ പുസ്തകത്തിന് പറ്റിയിട്ടില്ല. കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് തോന്നില്ല. നമുക്ക് ഇമോഷണലായിട്ട് അവരായിട്ട് ഒരു അറ്റാച്ച്മെന്റ് തോന്നിയാലാണ് നമുക്ക് ആ കഥ വായിക്കുമ്പോ അത് അതിൻ്റെ ഉള്ളിൽ നമ്മളുണ്ട്, നമ്മളത് നേരിട്ട് അനുഭവിക്കുന്ന പോലെയൊക്കെ ഒരു ഫീല് വരുള്ളൂ. പക്ഷെ കഥാപാത്രങ്ങളായിട്ട് നമുക്കൊരു ബന്ധം തോന്നില്ല. മന്ത്രവാദമൊക്കെ ഉള്ളതുകൊണ്ട് ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ കുറച്ച് ഹൊററൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല. മന്ത്രവാദം ചെയ്യണ ഭാഗത്തോ മാധവി പ്രതികാരം ചെയ്യണ ഭാഗത്തോ ഒന്നും ഹൊററും പേടിയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രങ്ങളായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് തോന്നാത്ത തന്നെയാണെന്നാ എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് തോന്നി അങ്ങനെ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്റെ വായന എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരാഞ്ഞത്. മന്ത്രവാദം, കുറ്റാന്വേഷണമൊക്കെ വരുന്ന നോവലുകൾ വായിക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, നമുക്ക് അതിനൊരു പ്രതീക്ഷ ഉണ്ടാവും.
നമ്മൾ അത് വായിക്കാൻ എടുക്കുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചൊരു പ്രതീക്ഷ ഉണ്ടാവും. കാരണം നമ്മൾ അങ്ങനത്തെ കുറെ സിനിമകളും സീരീസുകളൊക്കെ കാണുന്നതാണ്. അപ്പോൾ പുസ്തകം വായിക്കാൻ എടുക്കുമ്പോഴും നമ്മുടെ ഒരു പ്രതീക്ഷ ആ ലെവലിലൊക്കെ ആയിരിക്കും. അങ്ങനത്തെ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ ഈ പുസ്തകം വായിക്കാനെടുത്തത്. ഇതിന്റെ ബ്ലർബൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് വായിച്ചു വന്നപ്പോൾ അങ്ങോട്ട് ശരിയായില്ല. മേനകയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ആകാംക്ഷ തന്നെയാണ് ഈ നോവലിനെ മുന്നോട്ട് വായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര അടിപൊളി പുസ്തകമൊന്നുമല്ല, എന്നാൽ ഭയങ്കര മോശം പുസ്തകമല്ല. ഒരു തവണയൊക്കെ എന്തായാലും വായിക്കാം. കുറച്ചും കൂടി ഹൊററും ടെൻഷനും ആകാംക്ഷയും ഒക്കെ ഈ നോവലിൽ ആഡ് ആയിരുന്നു എന്ന് തോന്നി. എന്തായാലും വായിക്കാൻ ശ്രമിക്കുക. എന്തായാലും ഈ പുസ്തകം എനിക്ക് തന്ന വായനാനുഭവം ഇതാണ്. ചിലപ്പോൾ എന്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്ക്. DC ബുക്സ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 250 രൂപയാണ് ഇതിന്റെ വില. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. ബൈ.